ക്യാരറ്റും റവയും മിക്സിയിൽ അരച്ചെടുത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓവനൊന്നും ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് മുട്ടയൊന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. ഇത് സാധാരണ റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 125 ഗ്രാം ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച പാൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അവിടെ ഇവിടെയും അരയാതെ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഇതിനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. കണ്ടില്ലേ, കൂട്ട് നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ഓയിൽ ഈ ഒരു ബാറ്ററുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ട പോലെയല്ല, എണ്ണ മുകളിലായിരുന്നില്ല ഉണ്ടായത്. ഇപ്പം കൂട്ടുമായിട്ട് നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എന്തായാലും ചേർക്കണം. ഇതിന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിക്ക് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം പതഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി നമുക്കിതിനായിട്ടുള്ള കേക്ക് ടിൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറൊന്നും വെക്കാതെയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവിക്കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ കേക്ക് നമുക്ക് ഒട്ടും പറ്റിപ്പിടിക്കാതെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ടിന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ അത് ആ ബേക്കിംഗ് സോഡയായിട്ട് റിയാക്ട് ചെയ്ത് കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനും സ്പോഞ്ചി ആവാനും സഹായിക്കും. അപ്പോൾ വിനാഗിരി ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പുളിപ്പൊന്നും വരില്ല കേട്ടോ കേക്കിന് വിനാഗിരി ചേർത്തു എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് 2-3 പ്രാവശ്യം നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ആ ഒരു ക്യാരറ്റ് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനായിട്ട് ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരല്പം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നല്ലപോലെ പ്രീഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പാത്രമാണിത്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്കാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. ഞാനിവിടെ 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയിരിക്കുന്നത്. കേക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിരുന്നു. ഇത് കറക്റ്റായിട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ ഒന്ന് കുത്തി നോക്കുക. കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കാനുള്ളത് കേക്ക് നല്ലപോലെ ചൂടാറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടിന്നിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ചൂടാറി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അരികുകൾ ഒന്ന് കത്തി ഉപയോഗിച്ച് വരഞ്ഞതിന് ശേഷം കയ്യിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും പറ്റിപ്പിടിക്കൊന്നുമില്ല. ഇപ്പോൾ റവയും ക്യാരറ്റൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ സ്പോഞ്ചി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് റവ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ പറയാതെ ആർക്കും മനസ്സിലാവില്ല. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടേക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പോഞ്ചിനെസ് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കേക്ക് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ മൈദ ഉപയോഗിച്ച് എങ്ങനെയാണോ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. മുട്ടയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.